നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീകണ്ഠപുരത്തു നിന്നും കണ്ടെത്തിയ നിധിശേഖരത്തിൽ വെനീഷ്യൻ കാശുമാലകൾ മുതൽ സാമൂതിരി പണം വരെ AD 1659 മുതൽ 1826 വരെയുള്ള കാലഘട്ടത്തിലെ ആഭരണങ്ങളും പണവും അടങ്ങുന്നതാണ് നിധിശേഖരമെന്ന് പുരാവസ്തു വകുപ്പ് വ്യക്തമാക്കുന്നു. ബുധനാഴ്ചയാണ് പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ നിധിശേഖരം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കിയത്. കോഴിക്കോട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഓഫീസർ ഇൻചാർജ് K. കൃഷ്ണരാജ്, മ്യൂസിയം ഗൈഡ് VA വിമൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നിധിശേഖരത്തിന്റെ പരിശോധനയും കാലനിർണയവും നടത്തിയത്. കണ്ണൂർ പരിപ്പായിലെ പറമ്പിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടിയ നിധിശേഖരം തളിപ്പറമ്പ് RDO ഓഫീസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാശുമാലകൾ, സ്വർണ്ണമുത്തുകൾ, ആലി രാജാവിന്റെ നാണയങ്ങൾ, കണ്ണൂർ പണം, സാമൂതിരിയുടെ 2 വെള്ളി നാണയങ്ങൾ, ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങൾ, പുതുച്ചേരി പണം, ജിമിക്കി കമ്മൽ, മാലയിൽ ഉപയോഗിക്കുന്ന കുറച്ചു മുത്തുകൾ എന്നിവയാണ് ശേഖരത്തിൽ ഉണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കാശുമാലകളാണ്. ഇറ്റലിയിലെ വെനീഷ്യയിലെ 3 ഭരണാധികാരികളുടെ കാലത്ത് നിർമ്മിച്ച വെനീഷ്യൻ ഡക്കറ്റ് എന്ന സ്വർണ്ണ നാണയങ്ങൾ ഉപയോഗിച്ചാണ് കാശുമാലകൾ നിർമ്മിച്ചതെന്ന് K. കൃഷ്ണരാജ് പറഞ്ഞു. 1659 മുതൽ 1674 വരെ ഭരിച്ച ഡൊമിനിക്കോ കൊണ്ടരീന, 1752 മുതൽ 1762 വരെ ഭരിച്ച ഫ്രാൻസിസ്കോ കോർഡാൻ, 1763 മുതൽ 1778 വരെ ഭരിച്ച ആൽവിസ് മൊസാനിഗോ എന്നിവരുടെ കാലഘട്ടത്തിലെ ഡക്കറ്റുകളാണ് ഇവ. ഇത്തരത്തിലുള്ള സ്വർണത്തിന്റെ 13 കാശുമാലകളാണ് ലഭിച്ചത്. ഒരു കാശുമാലയ്ക്ക് 5 ഗ്രാം വരെ തൂക്കമുണ്ട്. ഫ്രാൻസിസ്കോ കോർഡാന്റെ പേരിലുള്ള 4 നാണയങ്ങളും ഉണ്ടായിരുന്നു. സാമൂതിരിയുടെ വീരയായൻ പണം എന്നറിയപ്പെടുന്ന 2 വെള്ളി നാണയങ്ങളാണ് മറ്റൊന്ന്. 1826 ആലി രാജയുടെ കാലത്തുള്ള കണ്ണൂർ പണം എന്നറിയപ്പെടുന്ന 2 വെള്ളി നാണയങ്ങളും പുതുച്ചേരിയിൽ നിന്ന് ഫ്രഞ്ചുകാർ നിർമ്മിച്ച ഇൻഡോ ഫ്രഞ്ച് നാണയങ്ങളും ഇതിലുണ്ടായിരുന്നു. പുതുച്ചേരി നാണയങ്ങൾ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. ഈ നിധിശേഖരത്തിലെ ഏറ്റവും പുതിയവ 1826 ആലി രാജയുടെ കണ്ണൂർ പണമാണ്. ഇക്കാലത്തിന് ശേഷമായിരിക്കും ശേഖരം ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടാവുകയെന്നാണ് നിഗമനം. ചെമ്പിലുള്ള ആമാടപ്പെട്ടിയിൽ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതിനാൽ സമ്പന്നരായ ഏതെങ്കിലും ആളുകൾ ഉപയോഗിച്ചതാകാം എന്നാണ് കണ്ടെത്തൽ. നിധി എങ്ങനെ മണ്ണിനടിയിൽ എത്തിയെന്നതിന് സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകൾ പഠിക്കണമെന്നും പരിശോധനയ്ക്ക് എത്തിയവർ പറഞ്ഞു. പുരാവസ്തു വകുപ്പിന് ഏറ്റെടുക്കാവുന്ന വസ്തുക്കളാണ് നിധിശേഖരത്തിലുള്ളത്. കണ്ടെത്തിയ ആൾക്ക് പാരിതോഷികം നൽകുന്നത് സംബന്ധിച്ച് റവന്യൂ വകുപ്പാണ് തീരുമാനമെടുക്കേണ്ടത്. കണ്ടെത്തിയ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും മ്യൂസിയങ്ങളിൽ ഇല്ലാത്തവയാണെങ്കിൽ പുരാവസ്തു വകുപ്പ് മ്യൂസിയങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.